വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങുമ്പോൾ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബംഗാളികൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 2.5-3 കോടി ബംഗാളികൾ ഇവിടെ ഉണ്ട്. അപ്പൊ യവന്മാരെയൊക്കെ എങ്ങനെ നമ്മൾ പിടിച്ച് പുറത്താക്കും? ബംഗാളികൾ ഇൻ ദ സെൻസ് ബംഗ്ലാദേശികളുണ്ട്, എങ്ങനെ പുറത്താക്കും എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വിജയേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇവർ ഓട്ടോമാറ്റിക് ആയിട്ട് പൊക്കോളും. കാരണം SIR പൂർത്തിയാകുമ്പോൾ ഇവരെ വോട്ടർ പട്ടികയിൽ നിന്നെടുത്ത് പുറത്തിടും. പിന്നെ ഇവർക്ക് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കില്ല. ആ സമാനമായിട്ടുള്ള രീതിയിൽ ആ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് നമ്മൾ കേൾക്കുന്ന വാർത്ത, ഇവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയി, ഇവർക്ക് റേഷൻ കട്ട് ചെയ്തു, ഇവർക്ക് സൗജന്യ മെഡിക്കൽ അലവൻസും ആനുകൂല്യങ്ങളും കട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ കേരളത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്ത, കേരളത്തിൽ നിന്ന് പോയ ബംഗാളികൾ തിരിച്ചു വരുന്നില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ, മാധ്യമങ്ങൾ നിലവിളിക്കുന്നതാണ്. കേരളത്തിൽ ഇത്ര ലക്ഷം ബംഗാളികൾ ഇത്ര മേഖലയിലുണ്ട് എന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും ബംഗ്ലാദേശികളെ ശുദ്ധീകരിച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലൊന്നും ഇപ്പൊ ബംഗ്ലാദേശികൾ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഉണ്ട്, ബംഗാളികളുണ്ട്. പക്ഷെ അവരിൽ പല ആൾക്കാരും ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. പല ആൾക്കാരും ഹിന്ദുക്കളാണ്. ബംഗ്ലാദേശി മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ഇവന്മാർ വലിയ ഭീഷണി തന്നെയായിരുന്നു കേരളത്തിനും മറ്റു പല സ്ഥലങ്ങൾക്കും എന്നുള്ളതാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ നമ്മൾ വേലി കെട്ടി തുടങ്ങിയപ്പോൾ മുതൽ വലിയ പ്രശ്നങ്ങളാണ്. ഈ ബംഗ്ലാദേശികൾ സംഘടിച്ചെത്തിയിട്ട് നമ്മുടെ വേലി പൊളിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പോൾ BSF സംയമനം പാലിക്കുകയാണ്. BSF പറയുന്നു, BSF ഇവർ കല്ലൊക്കെ എറിയുന്നുണ്ട്, പക്ഷെ BSF സംയമനം പാലിക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് BSF എങ്ങാനും അങ്ങോട്ടേക്ക് ഒരു വെടിവെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ബംഗ്ലാദേശിന് അത് ഒരു ലാക്കാകെ എടുത്തുകൊണ്ട് ഈ വേലികെട്ടൽ നിർത്തിവെക്കാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ സിവിലിയൻസിന് നേരെ കുതിര കയറുന്നു അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കുന്നു എന്നൊക്കെ ബംഗ്ലാദേശ് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വേറെ തലത്തിലേക്ക് പോകും. അതിനിടയിൽ ഇപ്പൊ ഒരു 3D നയം നമ്മുടെ സുവേന്ദു അധികാരി നടപ്പിലാക്കുകയാണ്. അത് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും, അതായത് മുൻപ് എന്താണോ നയം എടുത്തത് അതിനെക്കാട്ടിലും സ്പീഡിൽ ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഇറങ്ങി ഓടുകയാണെന്നുള്ളതാണ്. 3D നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട്. ഇതാണ് 3D, 3D. ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട്. അപ്പൊ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പോലും കൊടുക്കുന്നുണ്ട്. 24 നോർത്ത് പർഗാനാസിൽ നിന്നും പിന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഈ ജനക്കൂട്ടം അതിഭീകരമായിട്ട് ഈ വേലിയുടെ അടുത്ത് ഒത്തുകൂടുന്നു, തടിച്ചുകൂടുന്നു, വലിയ ലൈനുകൾ രൂപപ്പെടുന്നു, വലിയ ക്യൂകൾ രൂപപ്പെടുന്നു, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. എന്ന് പറഞ്ഞാൽ ലക്ഷം ബംഗാളികളാണ്, ബംഗ്ലാദേശികളാണ് ഈ ഇവിടെ നിന്നും അപ്പുറത്തേക്ക് ചാടിക്കടക്കാനായിട്ട് വലിയ രീതിയിലേക്ക് പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ തിരികെ പോകാനുള്ള ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിനിടയിൽ കേന്ദ്രം ഒരു പുതിയ, അമിത്ഷാ ഒരു പുതിയ കാര്യം പറയുന്നു. അതായത് നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചയക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇവരിലുള്ള ക്രിമിനൽസ് അവരെ ഡിറ്റക്ട് ചെയ്യണം. അവരെ ഡിറ്റക്ട് ചെയ്തിട്ട് അവരിവിടെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു നയം കൂടെ കേന്ദ്രം കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ കാര്യം? ഇത് ക്ലീൻ ആവുമല്ലേ നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശികളിൽ നിന്ന്? ഇല്ല, ഇത് ക്ലീൻ ആകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിലേക്ക് വളരെ ഈസി ആയിട്ട് കടന്നു കയറാനുള്ള വഴി ഒന്ന് ആസാമാണ്, മറ്റൊന്ന് ഈ പറയുന്ന ബംഗാളാണ്. ഈ രണ്ട് ഭാഗത്തൂടാണ് അവർക്ക്, പശ്ചിമ ബംഗാളാണ്, ഇവർക്ക് വളരെ എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയും. അതിൽ അസാം നേരത്തെ തന്നെ BJP പിടിച്ചിരുന്നു. അവിടെ ഹിമന്ത് ബിശ്വ ശർമ്മ അതിനുള്ള പണികൾ ഒരുക്കുകയും അവിടെ വളരെ സ്ട്രിക്റ്റ് ആകുകയും ചെയ്തതോടെ ആ ഒരു വഴി അടഞ്ഞു കിട്ടി. പിന്നെ അവരുടെ ഒരു വഴി എന്ന് പറയുന്നത് ഈ പറയുന്ന വെസ്റ്റ് ബംഗാളായിരുന്നു. അവിടെ ഇപ്പൊ BJP അധികാരത്തിൽ, അതായത് ഇനി അവർക്ക് പുറത്തേക്ക് പോലും, ഇപ്പൊ കർണാടകത്തിലായാലും കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ജോലി ചെയ്തൊരു ബംഗ്ലാദേശിക്ക് നാളെ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലേക്ക് ഈസി ആയിട്ട് പോകാം എന്നൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ആ വഴി അടഞ്ഞു. ഇനി ആ വഴി ഇല്ല. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായി തന്നെ ആ വഴി പൂർണ്ണമായിട്ട് അടയുന്നതിന് മുമ്പ് അപ്പുറത്ത് എത്തുക എന്നുള്ളതായിരിക്കും ഏതൊരു ബംഗ്ലാദേശിയും ചിന്തിക്കുന്നത്. ഇവിടെ ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് ആരും കരുതിയില്ല. SIR വന്നു. SIR വന്നപ്പോഴും മമത ഇവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് നമുക്ക് പ്രക്ഷോഭം ഉണ്ടാക്കണം, സമരം ഉണ്ടാക്കണം, രാജ്യം മുഴുവൻ കലാപം ഉണ്ടാക്കണം. എന്തിനും നമ്മുടെ മൗദൂദി ചാനൽ പോലും പറഞ്ഞില്ലേ, വലിയ കലാപം ഉണ്ടാകും, വലിയ കലാപം ഉണ്ടാകും. അപ്പോൾ വലിയ കലാപം ഉണ്ടാക്കുക, മുസ്ലിം വിഭാഗത്തെ ഇളക്കി വിടുക. കാരണം ഇത് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളോട് യാതൊരു ബന്ധവും ഇതിനില്ല. പക്ഷെ ഇതിനെ രണ്ടും കൂടെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ബംഗ്ലാദേശികൾ പുറത്തുനിന്ന് വന്നവരാണ്, വേറൊരു രാജ്യത്തുള്ളവരാണ്. പക്ഷെ ഇവിടെ അത് അങ്ങനല്ല. ഇവിടെ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കലാപം ഉണ്ടാവും, ഇത് മാറ്റിവെക്കും, സർക്കാർ ഒന്നും മാറിയില്ല. SIR-നകത്ത് വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രതീക്ഷിച്ച കണക്കല്ല സംഭവിച്ചത്. SIR-ന്റെ പകുതി കൂടുതൽ പേര് വെസ്റ്റ് ബംഗാളിൽ പുറത്തായത് ഹിന്ദുക്കളാണ്. ഈ ബംഗ്ലാദേശിൽ നിന്നും മറ്റും കുടിയേറിയ ഹിന്ദുക്കൾക്കാണ് അവിടെ. ഞാൻ മുമ്പ് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മധുവ സമുദായത്തെ കുറിച്ചൊക്കെ ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ രേഖകളില്ലാത്തവരാണ് പുറത്തായിരിക്കുന്നത് 50% പേര്. അപ്പൊ എങ്ങനെയാണ് മുസ്ലിം കരച്ചിൽ വരുന്നത് ഇവിടെ? ബാക്കിയുള്ളവരെ മുസ്ലിംസ് ഉള്ളൂ. അതിൽ പോയിട്ടുള്ള 97 ലക്ഷം പേരിൽ പോയിട്ടുള്ളത് ബാക്കി മുസ്ലിംസേ ഉള്ളൂ.
അപ്പൊ അതൊരു വലിയ വിഷയമുണ്ട് ഇതിനകത്ത്. രണ്ടാമത്തെ കാര്യം, സുവേന്ദു അധികാരി കയറി കഴിഞ്ഞതിന് ശേഷം ബീഹാറിലും ബംഗാളിലും അവര് ഈ നേരത്തെ പറഞ്ഞ റേഷൻ, ഹോസ്പിറ്റൽ, ഇതെല്ലാം കട്ട് ചെയ്തു. ഈ വോട്ടർ പട്ടിക പേരില്ലാത്ത, വോട്ടർ പട്ടിക പേരിലെന്ന് പറയുമ്പോൾ അവിടുത്തെ പൗരനല്ലല്ലോ, പൗരനാണെങ്കിൽ വോട്ടും കാണുമല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാളുടെ പേര് വോട്ടർ പട്ടിക ചേർക്കാത്തത് പോലെ അല്ലല്ലോ. അപ്പം ഇതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം വന്നത് എന്ന് പറഞ്ഞാൽ ഈ 3D അവിടെ കൊണ്ടുവന്നു, കണ്ടെത്തുക, നടപടിയെടുക്കുക, പുറത്താക്കുക. അതിന് തൊട്ട് മുമ്പ് തന്നെ സുവേന്ദു അധികാരി അവിടെ ഒരു പരസ്യ പ്രസ്താവന നടത്തി, ഇവരെ പിടിച്ച് കോടതിയിൽ ഇടണ്ട. എന്നിട്ട് അദ്ദേഹം അതിന് പറഞ്ഞൊരു കാര്യം, കോടതിയിലിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കണം, തുണി കൊടുക്കണം, ഇവർക്ക് എല്ലാവരും കൊടുക്കണം. എന്തിനാണ് ഇവിടെ ഇട്ട് തീറ്റിപ്പോറ്റുന്നത്? പിടിക്കുക, അപ്പൊ തന്നെ പുറത്തേക്ക് കളയുക, പിടിക്കുക, പുറത്തേക്ക് കളയുക, അതാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഒരു വ്യാപകമായ റെയ്ഡ് ആരംഭിച്ചു. റെയ്ഡ് ആരംഭിച്ചപ്പോഴാണ് അതിലും വലിയ കോമഡി ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റെയ്ഡ് ഇപ്പൊ തന്നെ 100-ലധികം കൗൺസിലർമാർ രാജിവെച്ചിട്ടുണ്ട് ബംഗാളിൽ നിന്ന്, വെസ്റ്റ് ബംഗാളിൽ. ഈ നഗരസഭയിലും മറ്റും ചോദിച്ചു അവരെവിടെയാണെന്ന് അറിയില്ല. സർക്കാർ ഇപ്പോൾ ഒരു അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയല്ല അതിന്റെ പ്രൊസീജിയർ, നിങ്ങൾ രാജിവെച്ചിട്ട് പോകുക എന്നുള്ളതല്ല, രാജിവെച്ചാലും തുടരണമല്ലോ അടുത്ത ഈ ഭരണസമിതി വരുന്നവർ, ഇല്ലെങ്കിൽ അടുത്ത ഇവന്മാർ ബംഗ്ലാദേശികൾക്ക് കൂട്ടുനിന്നതോ ഈ ക്രിമിനൽ കേസുകളിൽ പെട്ടവരും അഴിമതി ചെയ്തവരുമായിട്ടുള്ള കൗൺസിലർമാരാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇപ്പോൾ അവിടെ മൺസൂൺ തുടങ്ങുകയാണ്. അടുത്ത മാസം ഈ ജൂൺ മുതൽ അവിടെ മൺസൂൺ തുടങ്ങുകയാണ്. ഈ മൺസൂൺ തുടങ്ങുമ്പോഴത്തേന് ഈ കൗൺസിലർമാർ അനിവാര്യമാണ്. ആ സമയത്താണ് ഈ വലിയ രീതിയിൽ കൗൺസിലർമാർ രാജിവെച്ച് പോകുന്നത്. കാരണം അവർക്ക് വരാൻ പേടി, വന്നു കഴിഞ്ഞാൽ ഇവർ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു പേടിയുണ്ട്. അതിൽ പകുതി കൂടുതൽ പേര് ഈ പറയുന്ന കടന്നുകയറ്റക്കാരായ ബംഗ്ലാദേശികളായിരുന്നു. അവന്മാരെല്ലാം രാഖിരാമാണ് നാട് പിടിച്ചു ബംഗ്ലാദേശിൽ പോയി. അതായത് വെസ്റ്റ് ബംഗാളിലെ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഇരുന്ന ജനപ്രതിനിധികൾ പലരും ഇപ്പൊ ബംഗ്ലാദേശിൽ ഇരിക്കുന്നു. അപ്പൊ ഇവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. പിന്നെ അതിനേക്കാൾ വലിയൊരു പ്രഖ്യാപനം വെസ്റ്റ് ബംഗാൾ നടന്നു, എല്ലാ ജില്ലയിലും തടങ്കൽ പാളയ നിർമ്മാണം. ഉടനെ പണി ആരംഭിക്കുക, തടങ്കൽ പാളയം. ഇതൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം തുറന്നു. അപ്പൊ ഇപ്പൊ ഈ തടങ്കൽ പാളയം നിർമ്മിക്കുന്നത് ഇനി നിർമ്മിക്കേണ്ട ആവശ്യമില്ല. സ്കൂളുകളും സ്റ്റേഡിയങ്ങളും ഒക്കെ വേണമെങ്കിൽ താൽക്കാലികമായിട്ട് ജയിലുകളാക്കി മാറ്റാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഒപ്പം തന്നെ ഈ തടങ്കൽ പാളയമാക്കി മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശികൾ ഭയപ്പെട്ടത് എന്ന് അവര് വിചാരിച്ചത് ഇത്രയൊക്കെ കഴിഞ്ഞാലും പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് സമരം നടത്തിയിട്ടോ ഇല്ലെങ്കിൽ ഈ മമത വിചാരിച്ചിട്ടോ ഒക്കെ വീണ്ടും നമുക്ക് തിരിച്ചു വരാം, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാമെന്ന് വരും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, തടങ്കൽ പാളയത്തിലേക്ക് പോകും എന്ന് കണ്ടതുകൊണ്ട് സ്വാഭാവികമായി തന്നെ എന്ത് പറ്റി, ജീവനും കൊണ്ട് ഓടുകയാണ്. കാരണം തടങ്കൽ പാളയത്തിൽ കിടക്കുന്നതിന് സ്വന്തം നാട്ടിൽ പോവാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം, ഈ മാൾഡയുമായി ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശ് അതിർത്തിയിലുള്ളവരാണ് കൂടുതൽ പേര്. അവർക്ക് ഈ അതിർത്തി കിടന്നു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം നാടായി. പലരും പോകുമ്പോൾ അവരുടെ ഗ്യാസ് കുറ്റിയെ കൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്നത്. ഈ ഗ്യാസ് കുറ്റി എവിടുന്ന് വന്നാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഗ്യാസ് കുറ്റി നമ്മുടെ നാട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ആധാർ കാർഡ് വേണം, അതുപോലെ തന്നെ ബാക്കിയുള്ള രേഖകൾ വേണം. അപ്പൊ ഇവർക്കൊക്കെ ഗ്യാസ് കുറ്റി കൊണ്ട് പോകുന്നവരുടെ ചിത്രങ്ങളാണ് ഞാൻ അധികവും കാണുന്നത്. അതൊക്കെയാണ് മമതയുടെ കാലത്ത് അവിടെ നടന്നത്. അതിനകത്ത് വളരെ രസകരമായിട്ടൊരു ബൈറ്റ് ഇന്നലെ ഞാൻ കണ്ടു. ഒരു ബംഗ്ലാദേശിയാണ്, അദ്ദേഹം പറയുന്നത്, ഞാൻ അറിയാതെ നദി നീന്തി കയറി ഇന്ത്യയിൽ എത്തുകയായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. നദിയിൽ വലിയ വെള്ളപ്പൊക്കം മൂലം എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. പലപ്പോഴായിട്ട് ഞാൻ ശ്രമിച്ചതാണ്, കഴിഞ്ഞില്ല. പിന്നെ ഞാനിവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒരു ആധാർ കാർഡും ഒക്കെ ഉണ്ടാക്കി, ഇവിടെ നിൽക്കണമല്ലോ, അങ്ങനെ അങ്ങ് നിന്നുപോയതാണ്. ഇനി ഒരു പ്രതീക്ഷയില്ല, BJP വന്നതുകൊണ്ട് ഇനി ഒരു പ്രതീക്ഷയില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അതായത് പുള്ളി അറിയാതെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ എത്തുകയും ഇന്ത്യയിൽ ഐഡന്റി കാർഡും മറ്റുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുകയുമായിരുന്നു, ഇവിടുത്തെ ഒരു പൗരനായിട്ട്. ഇപ്പൊ രക്ഷയില്ല, പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നുഴഞ്ഞു കയറി ഇപ്പൊ നിക്കക്കള്ളിയില്ല, ഞാൻ തിരിച്ചു പോവുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ പുള്ളി അത് ഭംഗിയായിട്ട്, ഞാനിപ്പോ ഒരു നരൻ സിനിമ പോലെ ആയിപ്പോയല്ലോ, മറ്റേ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുന്ന. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പം ഇത് ഒന്ന്. ഇപ്പം ഈ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ശക്തമായി തന്നെ ഈ രീതിയിലുള്ള റെയ്ഡുകൾ അവിടെ ഭയങ്കര നടക്കുന്നുണ്ട്. പിന്നെ ഈ ധനുഷ് പറഞ്ഞ ആ ഒരു പോയിന്റ് ഭയങ്കര ഇതാണ്. കാരണം ഈ അമിത്ഷാ പറഞ്ഞിരിക്കുന്ന കാര്യം, ക്രിമിനൽ കേസിൽപ്പെട്ട, നമ്മുടെ കേരളത്തിൽ പോലും ക്രിമിനൽ കേസിൽപ്പെട്ട അനവധി ബംഗാളികളുണ്ട്. ബംഗാളികൾ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാളുകാരല്ല, ബംഗ്ലാദേശികളും മറ്റുമാണ്. ഇവിടുത്തെ എത്രയോ കേസുകൾ, കൊലപാതകങ്ങളും മറ്റും തെളിയിക്കാൻ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അസാമിലും മറ്റുമൊക്കെ പോയിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ മറ്റു പ്രതികൾ ബംഗ്ലാദേശിലേക്ക് കടന്നു, ഇനി അവരെ കിട്ടാൻ പാടാണ്. അതായത് ഇവര് ആസാമിലെ ഒരു അഡ്രസ് ആയിരിക്കും കൊടുക്കുന്നത്, ID പ്രൂഫ് കൊടുക്കുന്ന ആസാമിലായിരിക്കും. ചിലപ്പോൾ ഈ ഇവരെ കൊണ്ടുവന്ന ലേബർ കോൺട്രാക്ടറുടെ കയ്യിൽ ഇവരുടെ ID പ്രൂഫ് ഉണ്ടാകും. ഈ ID പ്രൂഫ് വെച്ചിട്ടായിരിക്കും പോലീസ് പോകുന്നത്, ഇല്ലെങ്കിൽ ഇവരുടെ മൊബൈൽ ട്രേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ഇത് ആസാമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഓപ്ഷൻ ഇല്ല ബംഗ്ലാദേശിലോട്ട് പോകാൻ, അറസ്റ്റ് ചെയ്യാൻ. പകുതി കൂടുതൽ പേര് അങ്ങനെ പോകുന്നത്. പക്ഷെ ഇപ്പോഴും ക്രിമിനൽ കേസിൽ പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ ക്രിമിനൽ കേസ് ഉള്ളവരിലെല്ലാം പൊക്കാനാണ് ഇപ്പോൾ. ചെറുതും വലുതുമായി എല്ലാ ക്രിമിനൽ കേസിൽ പെട്ടവർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവരെ എത്രയും പെട്ടെന്ന് ഐഡന്റിഫൈ, അദ്ദേഹം ജനങ്ങളുടെ കൂടെ സപ്പോർട്ട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ പോലീസ് ഓഫീസേഴ്സിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമാണ്.
കാരണം നമ്മുടെ സൈന്യവും പോലീസ് ഓഫീസേഴ്സും എന്നൊക്കെ, കാരണം ഇത് 140 കോടി ജനമുണ്ട്. ആ 140 കോടി ജനത്തിന്റെ ഇടയ്ക്കാണ് ഈ 2 കോടി ഒക്കെ പറയുന്ന ബംഗ്ലാദേശികളും ഒക്കെ ഉള്ളത്. അപ്പൊ അവരെ കണ്ടെത്തുക, അവരുടെ കാര്യം. ഇപ്പൊ പെരുമ്പാവൂര് നടക്കുന്ന, ഇതിപ്പോ എപ്പോഴും ഒരു പോലീസിനും സംവിധാനത്തിനും നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയില്ല. അപ്പം ജനങ്ങളോട് അതിനെ സഹകരിക്കുക, റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെ വന്നു. അപ്പൊ ഏതായാലും ബംഗ്ലാദേശികൾ കൂട്ടത്തോട് തന്നെ പലായനം ചെയ്യണം. ആ SIR നടപ്പാക്കിയപ്പോൾ തന്നെ കുറെ അധികം പേര് പോയിരുന്നു. അതിനുശേഷം ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ കുറച്ചധികം പേര് പോയി. ഇപ്പൊ ബാക്കിയുള്ളവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നവർ എങ്ങനെയെന്ന് വെച്ചാൽ അത് ബംഗാളിൽ നിന്ന് മാത്രം പോകുന്നവരല്ല. അവര് മഹാരാഷ്ട്രയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ഉള്ളവരൊക്കെ തന്നെ ഡൽഹിയിൽ നിന്നൊക്കെ നേരത്തെ തന്നെ പുറത്താക്കാൻ തുടങ്ങിയിരുന്നു ഇവരെ. അവരെ വലിയ വണ്ടി വന്നിട്ട് ഇവരുടെ സാധനങ്ങളൊക്കെ വലിച്ചതിനകത്തിട്ടിട്ട് ഇവരെ നേരെ കൊണ്ടുപോകുക, ക്യാമ്പിലിടുക, ക്യാമ്പിൽ നിന്ന് അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നു. ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞത് വഴി അടയുക. ഈ വേലി കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഈച്ചയ്ക്കും പൂച്ചയ്ക്കും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല. അപ്പൊ അതിന് മുമ്പ്, ഈ വഴി കെട്ടുന്നതിന് മുമ്പ് മാക്സിമം അപ്പുറത്തേക്ക് എത്തുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. കാരണം ഉള്ള സാധനമാട്ടെ, ഇപ്പൊ ഇതുവരെ ഞങ്ങൾ ഇന്ത്യയിൽ വന്ന് ഉണ്ടാക്കിയ സാധനമാട്ടെ, സ്റ്റൗ ആകട്ടെ, പാത്രമാകട്ടെ, എന്തുമാകട്ടെ, അതല്ലാതെ നമ്മുടെ സർക്കാരും ഓക്കെ പോന്നെങ്കിൽ പോട്ടെ, നമുക്ക് വലിയ ശല്യമില്ലല്ലോ, പോന്നെങ്കിൽ പോട്ടെ. അതാണ് പണ്ട് തൊട്ടേ നമ്മൾ പറയുന്ന കാര്യം. ഇവന്മാരെ അടിച്ച് പുറത്താക്കേണ്ടതോ ഇല്ലെങ്കിൽ പിടിച്ചു പുറത്താക്കേണ്ട കാര്യം ഇവന്മാർ ഓടിക്കോളും. കാരണം ഇവിടെ ആനുകൂല്യമില്ല. ഇനിയിപ്പോ അവരിവിടെ ഒരു നിൽക്കുകയാണെന്ന് വെച്ചു, നിന്ന് കഴിഞ്ഞാൽ അവൻ വിദേശ പൗരനാണ്, ഇല്ലീഗലായിട്ട് ഇവിടെ തങ്ങുന്ന ഒരു വിദേശ പൗരനാണ്. അവനെതിരെ ഒരു കുറ്റകൃത്യം നടന്നാലോ ഇല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് കേസ് പോലും വലുതായിട്ട് ചാർജ് ചെയ്യപ്പെടത്തില്ല. കാരണം ഇത് ആര് വരും? ഇവൻ ഞങ്ങളുടെ പൗരനായിരുന്നു, അതുകൊണ്ട് ഇവനെ കൊന്നവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശിന്റെ സർക്കാർ വരാൻ പറ്റുമോ? പറ്റില്ല. ഇന്ത്യൻ സർക്കാരാണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഐഡന്റിറ്റി പരിശോധിക്കുമ്പോൾ ഇവൻ ഒരുപക്ഷെ കൊലപാതകം അന്വേഷിക്കുമായിരിക്കും പോലീസ്, കൊലപാതകം അന്വേഷിക്കും, പ്രതിയിലേക്ക് എത്തുമായിരിക്കും. പക്ഷെ അപ്പോഴും ഈ മരിച്ചവൻ നീതി ലഭിക്കുന്നില്ലല്ലോ, മരിച്ചവൻ ആരാണെന്ന് പോലും അറിയുന്നില്ല. കാരണം ഒരു രാജ്യത്ത് അന്യനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ആ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നെ സ്വന്തം നാട്ടിൽ പട്ടിണിയാണെങ്കിലും അവിടെ പോയി കിടക്കുക എന്നുള്ളത് മാത്രമേ ഇനി ആലോചിക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ. ഇനി പക്ഷെ ഈ പോകുന്നവരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മുൻപ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ ഈ ചാനലിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പോകുന്നവരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ISISയും മറ്റുമൊക്കെ അതിർത്തികളിൽ അവിടെ തീവ്രവാദ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടത്തേക്കാണ് ഇവരെ കൊണ്ടുചെല്ലുന്നത്. കാരണം ഇവിടുന്ന് പോകുന്നവരുടെ മനസ്സിൽ വലിയൊരു പ്രതികാരമുണ്ട് ഇന്ത്യയോട്, മോദിയോട്, അമിത്ഷായോട്, സുവേന്ദു അധികാരി. അപ്പൊ ആ പ്രതികാരം യൂസ് ചെയ്തുകൊണ്ട് ഈ ഭീകര ക്യാമ്പുകളിലായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോഴേ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ മറ്റേ ഭീകര സംഘടനകളൊക്കെ ഇവർക്ക് ഗംഭീര സ്വീകരണം കൊടുക്കും. എന്നിട്ട് അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. കാരണം ഇതുങ്ങൾക്ക് ബുദ്ധിയും വിവരവും ഇല്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ടുപോകും. പറയും നമുക്ക് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം, മമത തിരിച്ചു വരും, മറ്റേതാണ് മറിച്ചത്, അതിർത്തിയിലേക്ക് തള്ളിവിടും, പാവപ്പെട്ട BSFകാർക്ക് പണിയാകും, വെടികൊണ്ട് കേൾക്കും, ചാകും, വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. കാരണം പ്രത്യേകിച്ച് പുതിയ റിക്രൂട്ട്മെന്റ് ഒന്നും നടക്കേണ്ട ആവശ്യമില്ല, ഇവന്മാരെ കൊണ്ട് ചെന്നാൽ മാത്രം മതി. ഇതാണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ വാർത്ത അധികം വൈകാതെ പുറത്തു വരികയും ചെയ്യും.